എണ്ണയിൽ തീ പിടിക്കുമ്പോൾ അതിലേക്ക് വെള്ളമൊഴിച്ചാൽ സ്ഫോടനമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈ മിഥ്യ ശരിയാണോ എന്നറിയാൻ ആദവും ജെയ്മിയും ഫയർ സ്റ്റേഷനിൽ ഒരു പരീക്ഷണ ഉപകരണം ഉണ്ടാക്കി. ആദ്യം അവർ ഒരു പാത്രത്തിൽ കനോല എണ്ണ നിറച്ചു. ചൂടാക്കുന്ന സമയത്ത് ഒരു താപ സെൻസർ എണ്ണയുടെ താപനില തത്സമയം നിരീക്ഷിച്ചു. എണ്ണ 500 ഡിഗ്രി ഫാരൻഹീറ്റിൽ എത്തിയപ്പോൾ അത് വെളുത്ത പുക പുറപ്പെടുവിക്കാൻ തുടങ്ങി. അതായത് അത് ജ്വലന പോയിന്റിൽ എത്തിയിരുന്നു. ആ സമയത്ത് മുകളിലെ ഒരു കപ്പ് വെള്ളം തുറന്നുവിടാൻ ആദം ഒരു കയർ വലിച്ചു. പാത്രം തൽക്ഷണം ഒരു വലിയ തീഗോളമായി പൊട്ടിത്തെറിച്ചു. പക്ഷേ അത് വേണ്ടത്ര സ്ഫോടനാത്മകമല്ലെന്ന് അവർക്ക് തോന്നി. അതിനാൽ അവർ കൂടുതൽ ജ്വലന പോയിന്റുള്ള നിലക്കടല എണ്ണയിലേക്ക് മാറി. ദൃശ്യമായ തീജ്വാലകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എണ്ണ ജ്വലനത്തിലെത്തിയെന്ന് വ്യക്തമായി. ആദം വീണ്ടും വാട്ടർ കപ്പ് തുറന്നുവിട്ടു. ഇത്തവണ തീഗോളം കനോല എണ്ണയേക്കാൾ വലുതും സജീവവുമായിരുന്നു. അതിനാൽ അവർ അവസാന പരീക്ഷണത്തിനായി നിലക്കടല എണ്ണ തിരഞ്ഞെടുത്തു. ഏറ്റവും വലിയ ശക്തമായ തീഗോളം ലഭിക്കാൻ അവർ ആദ്യം എണ്ണയും വെള്ളവും തമ്മിലുള്ള അനുപാതം പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. അവർ 8:1 എന്ന അനുപാതത്തിൽ തുടങ്ങി. ചൂടുള്ള എണ്ണയിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ വീണ്ടും തീഗോളം പൊട്ടിത്തെറിച്ചു. അടുത്തതായി അവർ 4:1 പരീക്ഷിച്ചു. പക്ഷേ തീഗോളം ഏതാണ്ട് ഒരേപോലെ തോന്നി. തുടർന്ന് അവർ 2:1, 1:1 പരീക്ഷിച്ചു. അവസാനമായി 4 അനുപാതങ്ങളിലെ ഫലങ്ങളിലും വലിയ വ്യത്യാസമില്ലായിരുന്നു. അതിനാൽ അവസാന പരീക്ഷണത്തിനായി 2:1 എന്ന അനുപാതം തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു. ആളൊഴിഞ്ഞ സ്ഥലത്ത് അവർ ഒരു താൽക്കാലിക ഔട്ട്ഡോർ അടുക്കളയുണ്ടാക്കി. തീജ്വാലകൾ നിയന്ത്രണാതീതമായാൽ രക്ഷാപ്രവർത്തനം നടത്താൻ അഗ്നിശമന സേനാംഗങ്ങൾ തയ്യാറായി നിന്നു. 2000 മില്ലിലിറ്റർ എണ്ണയും 1000 മില്ലിലിറ്റർ വെള്ളവും തയ്യാറാക്കിയ ശേഷം ജെയ്മി സ്റ്റൗ കത്തിച്ചു. പാത്രത്തിൽ തീജ്വാലകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ വെള്ളം തുറന്നുവിടാനുള്ള കയർ വലിച്ചു. ഇത്തവണ തീഗോളം കൂടുതൽ വലുതായിരുന്നു. തീജ്വാലകൾ 30 അടി ഉയരത്തിൽ വരെ എത്തി. പക്ഷേ ജെയ്മിക്ക് മതിയായില്ല. അവന് ഇതിലും വലിയൊരു വെടിക്കെട്ട് ഡിസ്പ്ലേ വേണമായിരുന്നു. അതിനാൽ അവൻ ഒരു ടിൻ സൂപ്പ് കത്തുന്ന എണ്ണയിലേക്ക് എറിഞ്ഞു. ആദ്യം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അരമിനിറ്റിന് ശേഷം ഒരു വലിയ സ്ഫോടനമുണ്ടായി. ഒരു തീഗോളം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അതിശയകരമായ കൂൺ മേഘം രൂപപ്പെട്ടു. പാചക എണ്ണയിൽ തീ പിടിക്കുമ്പോൾ ഒരിക്കലും വെള്ളമൊഴിച്ച് തണുപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് ഇത് തെളിയിക്കുന്നു.